തലത്തിൽ തന്നെയാണ് സർക്കാർ തലത്തിൽ നയതന്ത്ര തലത്തിലുള്ള യമൻ ഭരണകൂടവുമായുള്ള ബന്ധപ്പെടാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തു. സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരിമിതിയായിട്ടുണ്ടായിരുന്നത് അവിടെ ഈ യമൻ സലാ ഗവൺമെൻറ് ഔദ്യോഗികമായ സർക്കാർ സംവിധാനത്തിൻ്റെ ഭരണകൂടമുള്ള സ്ഥലത്തല്ല ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ ഈ സ്ഥലം അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉള്ളത് എന്നുള്ളതായിരുന്നു. ഹൂത്തികളുടെ, അതായത് അവിടുത്തെ വിമത വിഭാഗമായ ഹൂത്തികളുടെ ഭരണ പ്രദേശത്തായിട്ടുണ്ടായിരുന്നു. അവിടെ കോടതി ഉൾപ്പെടെ അവരുടെ ഭരണാധീന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ള ഒരു നയതന്ത്ര ശ്രമം നേരിട്ട് ആ തരത്തിൽ നടത്താൻ കഴിയാതെ, പക്ഷേ അത് വളരെയേറെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ തരത്തിലുള്ള ഇടപെടൽ, അവിടെയുള്ള ജനങ്ങളെ സ്വാധീനമുള്ള, അവിടെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പോലും സ്വാധീനമുള്ള ഈ സൂഫി വര്യൻ കൂടിയായ ഹബീബ് ഉമർ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവുന്നത്. കാന്തപുരമായി അദ്ദേഹത്തിൻ്റെ അടുപ്പവും ബന്ധവും സൗഹൃദവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം നിരവധി തവണ കോഴിക്കോട് മർക്കസിൽ, കാരന്തൂർ മർക്കസിൽ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ആ തരത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി ആ തരത്തിൽ, അതായത് നമുക്ക് തുറക്കാതിരുന്നൊരു വാതിൽ ആ ഘട്ടത്തിൽ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയ്ക്ക് വളരെയേറെ എളുപ്പമുണ്ടാവുകയും ഈ കുടുംബവുമായും ഗോത്ര തലവന്മാരുമൊക്കെയായി ഉള്ള ഒരു ചർച്ചക്കുള്ളൊരു വഴിയൊരുങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ചർച്ച നടന്നത്. ഈ ചർച്ചയിലാണ് ഈ തരത്തിൽ തൽക്കാലത്തേക്ക് ഈ പോസിറ്റീവായ ഒരു തീരുമാനം, നിലപാടുമൊക്കെ ചർച്ചയിൽ ഉരുത്തിരിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി നാളെ നടക്കേണ്ട വധശിക്ഷ അടിയന്തരമായി റദ്ദാക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അത് കുടുംബം അതിന് അനുമതി നൽകി. അങ്ങനെയെങ്കിൽ എത്രത്തോളം തുക നൽകേണ്ടി വരും, അതിന്റെ സമാഹരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ഈ ഘട്ടത്തിൽ അറിയേണ്ടതല്ലേ? തീർച്ചയായും ദിയാദനം സ്വീകരിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നേരത്തെയുള്ള കുടുംബത്തിന്റെ നിലപാട്. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അവർ പോയി എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ അവർ സമ്മതിച്ചിരിക്കുന്നത്. ഈ ദിയാദനം എത്ര നൽകണം, എത്ര സ്വീകരിക്കുന്നു, എത്ര ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിന് ചർച്ചകൾ ഇനിയും അവരുമായി, കുടുംബവുമായി നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ മാത്രമേ അത് എത്ര തുക നൽകേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പ്രാഥമികമായി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ കോഴിക്കോടുള്ള അബ്ദുൾ റഹീം, ഈ സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട സ്വരൂപിച്ച വലിയ തുകയുണ്ടായിരുന്നു. അതിന്റെ ശിഷ്ടം വന്ന തുകയുണ്ട്. അത് നൽകാമെന്ന് അവരുടെ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ഇടപെടൽ ഇതിനു മുമ്പേ തന്നെ നടത്തിയിരുന്നു. അത് തുടർന്ന് നടത്തുമെന്നാണ്, അല്ലെങ്കിൽ ആ തരത്തിലൊരു ഏകോപനം ഉണ്ടാകും. ഒപ്പം തന്നെ പ്രാഥമികമായും എത്ര തുക നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഇനി കുടുംബവുമായി നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ഇനി ഉരുത്തിരിയേണ്ടി വരുന്ന കാര്യമാണ്. തീർച്ചയായും ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ദയാധനം ആവശ്യമില്ല എന്നതായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. പക്ഷേ ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ശിക്ഷ ഇളവിന് അവർ ശ്രമിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിശദ വിവരമാണ് ഷഹീദ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹീദ്, ഈ ഘട്ടത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും അവിടെ തുടരുന്നുണ്ടോ, യമനിൽ തുടരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ കൂടി പങ്കുവയ്ക്കും. മോത്തി, ഈ നിമിഷപ്രിയയുടെ മാതാവ് ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അവിടെ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ തലത്തിൽ അവർ അതിനുവേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുണ്ട്. ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഈ അവിടെയുള്ള കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ ഇടനിലക്കാരായി നിൽക്കാൻ പറ്റുന്ന ആളുകൾ, ഈ ഹബീബ് ഉമർ പോലെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ആളുകളും കേരളത്തിൽ തന്നെയുള്ള മറ്റു ചില ആളുകളും അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം നയതന്ത്ര ഇടപെടൽ അല്ലെങ്കിൽ പ്രാദേശികമായുള്ള ചില ഗ്രൂപ്പുകളുമായൊക്കെ സംസാരിക്കാനൊക്കെ കഴിയുന്ന ശേഷിയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ യമനിൽ പോയി ഈ ഹബീബ് ഉമറിൻ്റെ ശിഷ്യന്മാരായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരും ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. അദ്ദേഹം ഒരു സൂഫി വര്യനാണ്. കേരളത്തിലെ മമ്പുറം തങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സയ്യിദന്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹബീബിൻ ഉമർ എന്ന് പറഞ്ഞ വ്യക്തി. അവിടെ ഒരു സൂഫി നേതാവ്. നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട്. കേരളത്തിലും അദ്ദേഹത്തുമായി ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ട്, ശിഷ്യന്മാരായി ഉണ്ട്. അവരും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരും അത്തരത്തിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. അത്തരത്തിലുള്ളൊരു കൂട്ടായ ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ആദ്യത്തെ വാതിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ ആശ്വാസകരമായ ഒരു ഘട്ടമാണ് ഇത്. വധശിക്ഷ ഉടൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മാത്രമല്ല, വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ചർച്ചയിലൂടെ ഈ കാര്യങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബം തുടക്കത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തിരുന്നത്. അത്തരത്തിൽ ഒരു ദയാധനം സ്വീകരിച്ചുകൊണ്ട്
മോചനം സാധ്യമാക്കില്ല എന്നായിരുന്നു നിലപാടെങ്കിലും പിന്നീട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചും ഒപ്പം ഗോത്ര വിഭാഗ തലവന്മാരുമായി സംസാരിച്ചടക്കം ഈ കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്ത് നിന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായി. തുടക്കം മുതലുള്ള ചർച്ചകൾ, കുടുംബാംഗങ്ങളടക്കമുള്ളവരുടെ ചർച്ചകൾ ഉണ്ടായി. അങ്ങനെ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത്.